വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനം സുരേഷ് ഗോപി MP ആയി വന്നിരിക്കുന്നു. അതും ഇലക്ഷനിൽ വിജയിച്ചുകൊണ്ട് തന്നെ. പലതരത്തിലുള്ള ട്രോളുകൾ വരുന്നുണ്ട്. സമ്മിശ്രമായ രീതിയിൽ കുറെ പേർ സുരേഷ് ഗോപിയെ അനുകൂലിച്ചും എന്നാൽ കുറെ പേര് വിമർശിച്ചും വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റങ്ങൾ തപ്പിയെടുക്കാൻ 1000-ഓളം ക്യാമറകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പറഞ്ഞു വരുന്നത് എതിരാളികളെ കുറിച്ചാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടോ അതിൽ എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് പരിശോധിക്കാൻ, ഒരു ചെറിയ തെറ്റുകൾ പോലും കണ്ടുപിടിക്കാനും അത് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുകയും നിങ്ങളുടെ തീരുമാനം തെറ്റാണെന്ന് തൃശ്ശൂരുകാരോട് പറയാനുമാണ് ഒരുപാട് പേർ ശ്രമിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നല്ലൊരു കാലമാണ് ഇപ്പോൾ. വൻ വിജയത്തോടെ ഇലക്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നത് ഒരു കൈ നിറയെ സിനിമകളാണ്. അതെ, നമ്മുടെ മമ്മൂക്കയുടെ കമ്പനി നിർമ്മിക്കുന്ന ഒരു വമ്പൻ ചിത്രം, അതിനൊപ്പം ഗോകുലം ഗോപാലിന്റെ അദ്ദേഹത്തിന്റെ 3 സിനിമയോളം അദ്ദേഹം കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു. ഒരു സിനിമ 70 കോടിയോളം ബഡ്ജറ്റുള്ള ഒരു സിനിമയാണെന്ന് പറയുന്നു. ഇനി നോക്കാനുള്ളത് കേന്ദ്രമന്ത്രി പദവി സുരേഷ് ഗോപിയെ തേടി വരുമോ എന്നാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് തൃശ്ശൂരിന്റെ വിജയമാണെന്നാണ് അവർ പറയുന്നത്. ഒപ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വിജയമാണിതെന്ന്, അദ്ദേഹമല്ല ഞങ്ങളാണ് വിജയിച്ചതെന്ന്. അങ്ങനെ പറയുന്ന ഒരുപാട് പേർ ചേർന്ന് അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയിലേക്ക് വിജയമായി മാറിയിരിക്കുന്നു. ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന ഒരു ദിവസമായി ജൂൺ 4 മാറി. എന്നാൽ ചിലർ പറയുന്നത് എങ്ങനെ സുരേഷ് ഗോപി ജയിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചിട്ടയായ രീതിയിലുള്ള പൊളിറ്റിക്സും ഒപ്പം അതിനൊപ്പം തന്നെയുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെയാണ് ഇതിന് കാരണം. ഓരോ രീതിയിൽ ഓരോ സാധാരണക്കാരിലേക്ക് എത്തി അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്തെന്നറിഞ്ഞ് അതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് ചിലതൊക്കെ ചെയ്തു കൊടുത്തത് തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി ഇത്രയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയതെന്ന് ഞാൻ പറയും. ഞാനും ഒരു തൃശ്ശൂർക്കാരനാണ്. ഇവിടെ എല്ലായിടത്തും പലരിലും ജാതി മത വേർതിരിവില്ലാതെ പൊളിറ്റിക്കലി പല ആശയങ്ങളുടെയും ഒപ്പമാണ് അവരെങ്കിലും അവർക്കൊരു കാര്യമേ പറയാനുള്ളൂ, സുരേഷ് ഗോപി ഞങ്ങളുടെ പ്രതീക്ഷയാണ്. മറ്റു 2 പേർക്കും ഞങ്ങൾ അവസരം കൊടുത്തു, ഇനിയൊരു അവസരം സുരേഷ് ഗോപിക്ക് കൊടുത്താൽ എന്താണ് തെറ്റ്? അതാണ് അവർ പറയുന്നത്. എന്തായാലും ഇനി ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹമാണ്. ഓരോ ദിവസവും ഓരോ സെക്കൻഡും അദ്ദേഹത്തെ പരിശോധിക്കാനും നിരീക്ഷിക്കാനും നിരവധി പേരുണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ പെരുപ്പിച്ച് കാണിക്കാൻ തന്നെയായിരിക്കും അവരുടെ ശ്രമം. കുറച്ച് ദിവസം മുമ്പ് കാറിൽ ഉണ്ടായ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. പ്രശ്നമൊന്നുമല്ല, വണ്ടി പോകുമ്പോൾ കാറുകാരൻ ഡ്രൈവർ കുറച്ച് നീക്കിയാണ് നിർത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ എന്താണ് നേരം നിർത്താഞ്ഞേ എന്ന് മറ്റോ സുരേഷ് ഗോപി പറയുന്നു. ഒപ്പം അയാളെ ഒന്ന് തട്ടുന്നു. ഇതൊരു വലിയ വാർത്തയായി കാണിക്കുകയാണ് പലരും. ഒപ്പം അവർ പറയുന്നത് തൃശ്ശൂരുകാർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു ചാൻസ് മാത്രമാണ് നമ്മുടെ സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് നന്നായി വിലയിരുത്തി ഉപയോഗിച്ചാൽ, ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ അത് പ്രയോജനമായി മാറിയാൽ, അങ്ങനെ തോന്നിയാൽ പിന്നീടും സുരേഷ് ഗോപി ജയിച്ചു കയറാം. അതല്ല, അദ്ദേഹം സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്, വലിയ ഗുണമൊന്നും നാടിനില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്ക് മാറ്റിക്കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് രാജഭരണമൊന്നുമല്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു അവസരമാണ് കൊടുത്തത്. ഇവർക്ക് ഭരണം കൊടുത്താൽ ഇവർ എങ്ങനെ ചെയ്യും എന്നത് പരിശോധിക്കാനുള്ള ഒരു അവസരം. അതുകൊണ്ട് 14 ജില്ലക്കാരും പ്രത്യേകിച്ച് അതിനപ്പുറം ലോകം മൊത്തമുള്ള മലയാളികൾ ഉറ്റുനോക്കുകയാണ് ഇനി തൃശ്ശൂരിനെ. തൃശ്ശൂർ എന്ത് വികസനമാണ് ഇനി സുരേഷ് ഗോപി കൊണ്ടുവരാൻ പോകുന്നത്? എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും? എങ്ങനെയൊക്കെ അദ്ദേഹം ഈ ഒരു വിജയത്തെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപകാരപ്രദമാക്കുമെന്നത് ശ്രദ്ധയോടെ നിരീക്ഷിക്കും. അതുകൊണ്ട് ഇനിയുള്ള 5 വർഷങ്ങൾ വിലപ്പെട്ടതാണ്. 65-ാം വയസ്സിലാണെന്ന് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 5 വർഷം കൂടി കഴിഞ്ഞാൽ 70 വയസ്സോളം ആവും സുരേഷ് ഗോപിക്ക്. അപ്പൊ ഈ ഒരു 5 വർഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു 5 വർഷം തന്നെയാണ്. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം താഴോട്ട് മുകളിലോട്ട്, വീണ്ടും താഴോട്ട്, പിന്നീട് മുകളിലോട്ട്, അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. സിനിമാ ജീവിതത്തിൽ തുടക്കത്തിൽ വില്ലനായി വന്നു, നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനെ പോലെ. അതിനുശേഷം നായകനായി തിരിച്ചെത്തി, വമ്പൻ ഹിറ്റുകൾ. മലയാളത്തിൽ മാത്രമല്ല മറ്റ് നാടുകളിലും പോയി അദ്ദേഹം തന്റേതായ സിനിമകൾ കാണിച്ച് അവിടെ നിന്നും കയ്യടികളും അതുപോലെ ബോക്സ് ഓഫീസിൽ കോടികളുടെ കിലുക്കവും സൃഷ്ടിച്ചു. പിന്നീട് മലയാളത്തിൽ വമ്പൻ സിനിമകൾക്ക് ശേഷം അദ്ദേഹത്തിന് പിന്നോട്ട് വലിയേണ്ടി വന്നു. വീണ്ടും വമ്പൻ സിനിമകളുമായി തിരിച്ചു വന്നു, പിന്നെയും പിന്നോട്ട് വലിയേണ്ടി വന്നു. വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു, പിന്നീട് തിരിച്ചു വലിയേണ്ടി വന്നു. വീണ്ടും തിരിച്ചു വന്നത് വെറുതെ ഒരു വരവായില്ല.
മലയാള സിനിമയിലേക്ക് 20 കോടി കിലുക്കമുള്ള 2-3 സിനിമകൾ അദ്ദേഹത്തിന് നൽകാനായി. ഇനിയും നിരവധി സിനിമകളുണ്ട്, എല്ലാം പ്രതീക്ഷ നൽകുന്ന സിനിമകൾ. അതിലൊരു സിനിമയുടെ പോസ്റ്റർ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞിരുന്നു. JSK എന്ന് പറയുന്ന ഒരു സിനിമയുടെ പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഇതിനൊപ്പം അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും വരുന്നുണ്ട്. പലരും അദ്ദേഹത്തെ വിജയത്തെ ചെറുതായി കണ്ടു. പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, 7 മണ്ഡലങ്ങൾ നിറഞ്ഞതാണ് തൃശ്ശൂർ മണ്ഡലം. ഈ 7 മണ്ഡലങ്ങളിലും ഒരു തരത്തിലും BJPക്ക് വിജയിക്കാൻ സാധ്യത ഇല്ലാത്ത മണ്ഡലമായിരുന്നു. അതിൽ പലതിലും അദ്ദേഹം വമ്പൻ ഭൂരിപക്ഷത്തിലാണ് കയറി വന്നത്. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് അദ്ദേഹം പിന്നോട്ട് പോയത്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം ഗംഭീര വോട്ടുകളിലൂടെ മുന്നോട്ട് വന്നു. പല പാർട്ടിയുടെയും ഉറച്ച പഞ്ചായത്തുകൾ, ഏറ്റവും കൂടുതൽ വോട്ടുകൾ ആ പഞ്ചായത്തിൽ അവർക്കാണെന്ന് പറഞ്ഞിരുന്ന അഹങ്കരിച്ചിരുന്ന മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ എല്ലാം തന്നെ അദ്ദേഹം വേരോടെ പിഴിഞ്ഞെടുത്തു. അങ്ങനെ എടുത്തത് മുഴുവൻ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റി. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ച് എല്ലാവരെയും ഞെട്ടിച്ച് അദ്ദേഹം മുൻപോട്ട് വന്നു. പണ്ട് പൗലോ കൊയ്ലോയുടെ കഥയാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ പ്രകൃതി നിങ്ങളുടെ കൂടെ നിൽക്കും. എനിക്ക് പറയാനുള്ളത്, ഇനി നമുക്ക് മറ്റു നാടുകളിലെ വലിയ വലിയ മനുഷ്യന്മാരുടെ വാക്കുകളോ ജീവിതമോ കടമെടുക്കേണ്ട. തോറ്റുവെന്ന് തോന്നിയാൽ, തോൽക്കുമെന്ന് ഉറപ്പിച്ചാൽ, ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പിച്ചാൽ, 1% സാധ്യതയുണ്ടെങ്കിൽ അതിനെ 100 ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിനായി നിങ്ങൾ നോക്കേണ്ടത് ഈ മനുഷ്യന്റെ ജീവിതമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് വലിയ സന്ദേശമാണ്. തോൽക്കും, തോൽപ്പിക്കും, പലരുടെയും കളിയാക്കലുകൾ വരും, എല്ലാത്തിനെയും അതിജീവിച്ച് അദ്ദേഹം തന്റേതായ വിജയം കൊയ്തു. അതിലൂടെ മറുപടി കൊടുത്തു. അതെ, ഇനി നമുക്ക് ആലോചിക്കാം, ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതകഥ. നമ്മളെ എത്ര പേർ വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി 100% ഹാർഡ് വർക്ക് കൊടുത്ത് അതിനുവേണ്ടി നമ്മുടെ ജീവിതം അർപ്പിച്ചു കഴിഞ്ഞാൽ വിജയം നമ്മളേക്ക് തേടി വരുമെന്ന് ഉറപ്പാണ്. അതിനൊരു വലിയ ഉദാഹരണമായി ഞാൻ വീണ്ടും പറയുന്നു, അത് സുരേഷ് ഗോപി തന്നെയാണ്. ഇനി പുറം നാടുകളിലെ വലിയ വലിയ മന്ത്രിമാരെയോ സ്വാതന്ത്ര്യ സമര സേനാനികളെയോ അല്ലെങ്കിൽ അവരുടെ നാട്ടുകളിലെ പ്രാസംഗികരെയോ അങ്ങനെ ആരെയും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. മോട്ടിവേഷൻ വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം മാത്രം എടുത്താൽ മതി. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സുരേഷ് ഗോപിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.